ശ്രീനാരായണ ഗുരുവിന്റെ ദർശനം ഗസയിൽ എത്തിയിരുന്നെങ്കിൽ അവിടെ ചോരപ്പുഴ ഒഴുകില്ലായിരുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു ജനതയെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ശിവഗിരി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു. ദൈവദശക ശ്ലോകം കേരളത്തിന്റെ ഔദ്യോഗിക ഗാനമായി അംഗീകരിക്കണമെന്ന് ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി അഭ്യർത്ഥിച്ചു. മാനവികതയുടെ വിസ്മയ പ്രതിഭാസമായിരുന്നു ശ്രീനാരായണ ഗുരു. ഗുരുസന്ദേശത്തിന്റെ പ്രസക്തി വർദ്ധിച്ചു വരുന്ന കാലമാണിത്. ഗുരുസന്ദേശത്തിന്റെ വെളിച്ചം ഗസയിലെത്തിയിരുന്നുവെങ്കിൽ മനുഷ്യരുടെ ചോരപ്പുഴ അവിടെ ഒഴുകില്ലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ ജന്മനാടായ ബത്ലഹേമിൽ ഇക്കുറി ക്രിസ്തുമസ് ആഘോഷങ്ങളുണ്ടായില്ല. നക്ഷത്രങ്ങളോ അലങ്കാര വിളക്കുകളോ കണ്ടില്ല. പുൽക്കൂട് വേണ്ടിടത്ത് തകർന്നടിഞ്ഞ വീടുകൾ, ഉണ്ണിയേശു കിടക്കേണ്ടിടത്ത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചോര പുരണ്ട മൃതദേഹങ്ങൾ. പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ശ്രീനാരായണ ഗുരുവിനെ കേരളത്തിന്റെ ഗുരുവായി കണ്ടുവെന്ന് ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് സച്ചിദാനന്ദ പറഞ്ഞു. തുടർന്ന് രണ്ടാവശ്യങ്ങൾ ശ്രീനാരായണ ധർമ്മസംഘം മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെച്ചു. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഇന്നും ശാന്തിക്കാരെ, മേൽശാന്തിക്കാരെ തെരഞ്ഞെടുക്കുമ്പോൾ അപേക്ഷകർ ബ്രാഹ്മണരായിരിക്കണം എന്നുള്ള നിർദ്ദേശം അത് നമ്മുടെ രാജ്യത്തിന് ഭൂഷണമല്ല എന്ന് വിനീതമായി പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇന്നാരംഭിച്ച തീർത്ഥാടന മഹാമഹം ജനുവരി 1 സമാപിക്കും. നാളെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മീഡിയ 1 തിരുവനന്തപുരം.